ഇത്ര വലിയ വിമർശനം, ഇത്ര വലിയ ട്രോളുകൾ, ഇത്ര വലിയ പരിഹാസങ്ങൾ ഒക്കെ ഈ കൃപാസനം നേരിടുമ്പോഴും അങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ആലപ്പുഴയിൽ നിന്നോ മധ്യ കേരളത്തിൽ നിന്നോ മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്നായിക്കോട്ടെ, തെക്കൻ ഭാഗത്തു നിന്ന്, കാസർഗോഡ് നിന്നായിക്കോട്ടെ, ഈ ഇടങ്ങളിൽ നിന്നെല്ലാം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുടെ ഒഴുക്കുണ്ടാകുന്നു. 2 ലക്ഷം പേരെയൊക്കെ 2 ലക്ഷം പേർ എന്ന് ഞാൻ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഏറെക്കുറെ ആ ഒരു അവകാശവാദം ശരിയാകാൻ തന്നെയാണ് സാധ്യത. അത്രയും ആളുകൾ ഈ കൃപാസനത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. അതിൻ്റെ ലോജിക്ക് എന്തുമാകട്ടെ, അതിൻ്റെ ഓരോ ദിവസവും ഇവരുടെ ഈ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു. ആളുകൾ ഇതിനെ പരിഹസിക്കുന്നു എന്നതൊരു വസ്തുതയാണെങ്കിലും വലിയ സ്വീകാര്യത ഇത് ആളുകൾക്കിടയിൽ കൃപാസനത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതിൻ്റെ ഒരു മോഡൽ ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് ഈ സ്ഥലത്ത് പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് വ്യാപകമായി പരിശോധിക്കുകയും അവിടുന്ന് അവരുടെ സ്പീച്ചുകൾ, അവരുടെ പ്രസംഗങ്ങൾ, അവരെ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ, അവരുടെ പത്രത്തിൽ വരുന്ന കണ്ടൻറ്റുകളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചു. വളരെ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ കൃപാസനത്തിൻ്റെ ഭാഗമായി ഉണ്ട്. അത് നമുക്കൊരു ഇത്തരം ധ്യാന കേന്ദ്രങ്ങളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാനും ഉപകരിക്കും. കാരണം സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഘട്ടങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വലിയ സ്വീകാര്യത അതിന് വരുന്നുണ്ട്, വർദ്ധിച്ചു വരികയും ആളുകളുടെ പിന്തുണ കൃപാസനത്തിന് കൂടുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു, കൂടുതൽ പേർ വരുന്നു, കൂടുതൽ പേരുടെ പിന്തുണ ലഭ്യമാകുന്നു. അങ്ങനെ വൈദികരുൾപ്പെടെ, വൈദികർക്കിടയിൽ പോലും ഇതിൻ്റെ ഇടയിലുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നു. അവരൊക്കെ ഇത്തരം ജപമാല റാലികളുടെ ഭാഗമായി ലക്ഷങ്ങൾ അണിനിരക്കുന്ന ജപമാല റാലിയായി അത് അവർക്ക് നടത്താൻ കഴിയുന്നു. അത്രയും ആളുകളെ ഫോളോവേഴ്സ് ആക്കാൻ, അവിടെ എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്.